നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഇവർക്കും സ്വാഗതം. യൂട്രസിന്റെ ഒട്ടൽ മറ്റുള്ള ടിഷ്യൂസുമായിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ ഉള്ളു പരിശോധന നടത്തുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് നല്ല പെയിൻ അനുഭവപ്പെടുന്നെങ്കിൽ അത് എൻഡോമെട്രിയോസിന്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. സ്കാൻ ആണ് പ്രധാനമായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയഗ്നോസിസിന്. സ്കാൻ ചെയ്യുമ്പോൾ ഈ സിസ്റ്റ് എത്രത്തോളം ഉണ്ട്, ഏതൊക്കെ അവയവങ്ങളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്, അതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ MRI പരിശോധന വേണം. ഇവരിൽ ചെറിയ രീതിയിലെങ്കിലും ക്യാൻസറിനുള്ള സാധ്യതയും പിന്നീട് വരാനുള്ള സാധ്യതയും കുറച്ചെങ്കിലും കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിശോധനയ്ക്ക് ചിലപ്പോഴൊക്കെ ആവശ്യപ്പെടാറുണ്ട്. ലാപ്രോസ്കോപ്പിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എങ്കിലും നമ്മൾ ഡയഗ്നോസിസിനായിട്ട് ലാപ്രോസ്കോപ്പി യൂസ് ചെയ്യാറില്ല. സ്കാനും ക്ലിനിക്കൽ എക്സാമിനേഷൻ തന്നെയാണ് ഡയഗ്നോസിസിന് ഉപയോഗിക്കുന്നത്. ലാപ്രോസ്കോപ്പി വഴി നമ്മൾ ആ ട്രീറ്റ്മെന്റിലാണ് കൂടുതലും ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത്. മാഡം പറഞ്ഞ കണക്ക് ഇതൊരു എന്താ പറയുക, ഒരു സ്റ്റേജിലല്ല. നമ്മുടെ ഒരു ലേഡിയുടെ തുടക്കം മുതൽ ടിൽ മെനോപോസ് അല്ലെങ്കിൽ ഇച്ചിരി മെനോപോസ് കഴിഞ്ഞു അതിൻ്റെ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യാം. സോ ഇതൊരു സിമ്പിൾ വേർഡ്സ് പറഞ്ഞ ലൈഫ് ലോങ് മാനേജ് ചെയ്യേണ്ട ഒരു ഡയഗ്നോസിസ് കണ്ടു കഴിഞ്ഞാൽ ലൈഫ് ലോങ് മാനേജ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. അതാണ് ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ. ഇപ്പം പ്രഗ്നൻസി കഴിഞ്ഞ് ചിലർ കുഞ്ഞായി എന്ന് പറഞ്ഞ് അങ്ങ് പോകും. പക്ഷെ പിന്നെ ഒരു 5 years കഴിഞ്ഞ് ഭയങ്കര പെയിനും ഇത് ഭയങ്കരമായിട്ട് വൈഡ് സ്പ്രെഡ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. സോ ഇതൊരു ഫുൾ എന്താ പറയുക ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് അത് ത്രൂ ഔട്ട് വേണ്ട ഒരു കണ്ടീഷൻ. സോ ട്രീറ്റ്മെൻറ്റ് വെരി ഇൻഡിവിജ്വലി ടൈലേർഡ് ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ഏത് ഏജിലാണ് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സിംറ്റംസ് ഉണ്ട്, ഫാമിലി കോൺസെപ്റ്റ്സ് എന്താണ്, അവർക്ക് മാരേജ് ഉണ്ട്, താല്പര്യമുണ്ടോ, കുഞ്ഞുങ്ങൾ വേണോ, അങ്ങനെ പല ഫാക്ടേഴ്സ് എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ വെരി പേഷ്യൻറ്റുമായിട്ട് സംസാരിച്ച് അവരുടെ റിക്വയർമെൻറ്റ്സ് എന്താണ്, അവരുടെ പ്രയോറിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ. സോ ഞാൻ പറഞ്ഞ കണക്ക് ചിലപ്പോൾ അത് ഒരു ടീനേജിലായിരിക്കും ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, ഭയങ്കര പെയിനായിട്ട് വരുന്നത്. അപ്പം ടീനേജിൽ അവർക്ക് കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അതൊന്നും അല്ല, അവർക്ക് പഠിത്തം അല്ലെങ്കിൽ കരിയറാണ് ഇമ്പോർട്ടൻറ്റ്. സോ അത് ബേസ് ചെയ്ത് വേണം നമ്മുടെ ട്രീറ്റ്മെൻറ്റ്. ചിലപ്പം ചിലർ കുഞ്ഞുങ്ങളാകുമ്പോൾ ഇൻഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളാകുന്നില്ല എന്നും പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ ചെയ്യണം. കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് വരുന്നവർക്ക് അതിൻ്റെ രീതിയിൽ. സോ ഏത് സ്റ്റേജിലാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഓവർവ്യൂ തരാം, സ്പെസിഫിക് ഇതിലോട്ട് ഞാൻ പോകുന്നില്ല. സോ നമുക്ക് ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയുമെങ്കിൽ ഒരു സർജറി അവോയ്ഡ് ചെയ്യാനുള്ള വലിയ സിസ്റ്റം ഒന്നും ഇല്ല, സിംറ്റംസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു യങ് ഒരാളാണ് വരുന്നതെങ്കിൽ നമ്മൾ കൺസർവേറ്റീവ്ലി മാനേജ് ചെയ്യാൻ നോക്കും. എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലേഴ്സ്, പിന്നെ ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഹോർമോൺസ് ചില കേസിൽ കൊടുക്കും. സോ ദാറ്റ് മാഡം പറഞ്ഞിട്ട് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് പീരീഡ് നടക്കുന്ന പോലെ തന്നെ ഓരോ പ്രാവശ്യം ബ്ലഡ് വെളിയിലോട്ട് പോകുമ്പോഴും എല്ലാ പീരീഡിലും അകത്തും കുറച്ച് ബ്ലഡ് കളക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഇത് ബ്ലഡ് ആകുമ്പോൾ അകത്തെ അവയവങ്ങൾ തമ്മിൽ ഒട്ടാൻ തുടങ്ങും. സോ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പാത്തോളജി. അപ്പം പീരീഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഒരു ഓപ്ഷനാണ്. മെഡിസിൻ വെച്ചിട്ട് ഹോർമോൺ കൊടുത്തിട്ട് പീരീഡ് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. സോ ദാറ്റ് ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാതിരിക്കും. സോ ദാറ്റ് ഈസ് ഒരു സെക്കൻഡ് മെഡിക്കൽ മാനേജ്. അതിൻ്റെ കൂടെ പെയിൻ കില്ലേഴ്സ് കൊടുത്ത് പെയിൻ സിംറ്റം മാനേജ്മെൻറ്റും ചെയ്യും. സോ അഗൈൻ മെഡിസിൻ മാനേജ്മെൻറ്റ് പല തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ട്. ഇപ്പം വേൾഡ് ഓവർ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ചില മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അത് വേൾഡ് ഓവർ അക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സേഫ്റ്റി ഇതെല്ലാം ഇച്ചിലൂടെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർജിക്കൽ മാനേജ്മെൻറ്റ്. അതിനൊക്കെ ലാപ്രോസ്കോപ്പി ആണ് ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡ്. സോ ഒരു മിസ്കൺസെപ്ഷൻ ഉള്ളത് ലാപ്രോസ്കോപ്പി ആകുമ്പോൾ ഫുള്ള് കിട്ടത്തില്ല, കുറച്ച് അവിടെ ബാക്കി, അങ്ങനെയില്ല. ലാപ്രോസ്കോപ്പി ആകുമ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാം മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റും. സാധാരണ കാണുന്ന പോലെയല്ല, ഒരു 2 times 3 times മാഗ്നിഫൈ ചെയ്താണ് എവിടേക്കുണ്ട് ഡെപ്പോസിറ്റ്സ് അതെല്ലാം കാണാൻ പറ്റും. സോ ഇച്ചിലൂടെ നമുക്കത് റിമൂവ് ചെയ്യാനൊക്കെ ഇച്ചിലൂടെ ഹെൽപ്പ് ചെയ്യും. സോ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പിയാണ്. പിന്നെ അത് ലാപ്രോസ്കോപ്പി തന്നെ ചിലപ്പം ഈ ഡിസീസ് സിസ്റ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റ് റിമൂവ് ചെയ്യും. പിന്നെ യൂട്രസ് ഫുള്ളായിട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ സ്റ്റേജ്, ചിലപ്പം കുട്ടികളൊക്കെ കഴിഞ്ഞ ആൾക്കാരാണ്, 40 കഴിഞ്ഞവരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫുൾ റിമൂവൽ കൺസിഡർ ചെയ്യും. പിന്നെ ബവലുണ്ടെങ്കിൽ ബവലിൽ ഇത് വരാൻ, അപ്പോൾ അതുണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ നമ്മൾ ഗ്യാസ്ട്രോ സർജനെയും കൂടെ വിളിച്ച് നിർത്തിയായിരിക്കും ചെയ്യുന്നത്. ചിലപ്പം യൂറിൻ ബ്ലാഡറിനകത്തോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യാം.
സോ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ യൂറോളജിസ്റ്റിൻ്റെ ഹെൽപ്പാണ്. സോ കേസ് സ്പെസിഫിക് ആയിട്ടാണ് സർജറി ആണെങ്കിലും പ്ലാൻ ചെയ്യുന്നത്. തേർഡ് തിങ് ഇസ് ഈ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ. സോ ദാറ്റ് എന്താ പറയുക, ഇന്നിപ്പം റീനു വിൽ ബി സ്പീക്കിംഗ് അബൌട്ട് പെൽവിക് ഫിസിയോതെറപ്പി. അത് വെളിയിലൊക്കെ ഒരു വലിയൊരു ഏരിയ ഡൊമൈനായിട്ട് വളർന്നുകൊണ്ടിരിക്കും. കാര്യം ഫിസിയോതെറപ്പിയിലും ആക്റ്റീവായിട്ട് നമ്മളിപ്പം എക്സസൈസ് റെക്കമെൻഡ് ചെയ്യും. സോ എക്സസൈസ് ചെയ്യുമ്പോൾ ബോഡിയിൽ ചില എൻഡോർഫിൻസ് എന്ന് പറയാം, അങ്ങനത്തെ ഇത് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ ഒരു വെൽബീയിങ്, പിന്നെ പെയിൻ മാനേജ്മെന്റ് തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യും. സോ സ്റ്റേയിങ് ആക്റ്റീവ്, നോർമൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഇതെല്ലാം ഒരു കോംപ്ലിമെൻ്ററി സപ്പോർട്ടറായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസ്. അത് ഡയറ്റും ഇപ്പോൾ ചിലർക്ക് ചില കൈൻഡ് ഓഫ് ഫുഡ്, അത് പലർക്കും പലതായിരിക്കും. ചില കൈൻഡ് ഓഫ് ഫുഡ് ഈ പെയിൻ ട്രിഗർ ചെയ്യും, പെയിൻ വേഴ്സ് ആക്കും. സോ അത് അവോയ്ഡ് ചെയ്യാം. അതൊക്കെ again ഒരു പേഴ്സണലൈസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. ഡയറ്റീഷ്യൻ്റെ സപ്പോർട്ട് വേണ്ടി വരും ചിലർക്ക്. സോ അങ്ങനെ ഡയറ്റീഷ്യനെ ഉപയോഗിച്ച് ചിലപ്പോൾ നമുക്ക് ടൈലർ ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഇസ് ഒരു തേർഡ് ഇയർ. സോ ഇതാണ് ഒരു ഓവർവ്യൂ. സോ ലാപ്രോസ്കോപ്പിയിലും നമ്മൾ അഗൈൻ വെരി ഇമ്പോർട്ടൻറ്റ്, നമ്മൾ വെളിയിലൊക്കെ ഒരു കോൺഫിഡൻറ്റ് 6-7 സർജറി ചെയ്യുന്നവരെല്ലാം 8-10 സർജറിയൊക്കെ ചെയ്ത് നടക്കും. അപ്പോൾ അത് അങ്ങനല്ല. ഇപ്പോൾ അത് ഒത്തിരി അതിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഫസ്റ്റ് സർജറി നമ്മൾ ടൈം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമ്മൾ കാര്യം ഫസ്റ്റ് സർജറി ആയിരിക്കും എപ്പോഴും ഒരു ബെസ്റ്റ് സർജറി. സെക്കൻഡ് സർജറിക്ക് പോകുമ്പോൾ ആ സർജറിയുടെ ഇഫക്റ്റും സ്കാറിങ്ങും കൂടെ കാണും. സോ അത് ഇച്ചിരി ടഫർ ആകും ചെയ്യാനായിട്ട്. സോ ഫസ്റ്റ് സർജറി ചെയ്യുമ്പോൾ എപ്പോഴും അതേ പറഞ്ഞ് നേരത്തെ പറഞ്ഞത് പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഏത് സ്റ്റേജിലാണ് അവരുടെ ലൈഫ്, അത് വെച്ചിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. ഇപ്പം ചെയ്യണോ അതോ കല്യാണം കഴിഞ്ഞ് ചെയ്യണോ അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട്. സോ അതിൻ്റെ ടൈമിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സോ സർജറിയിൽ ലാപ്രോസ്കോപ്പിയാണ് എപ്പോഴും പ്രിഫറബിൾ മോഡ് ഓഫ് സർജറി. സിസ്റ്റ് ഉണ്ടെങ്കിൽ സിസ്റ്റ് മാത്രം റിമൂവ് ചെയ്യുക. സോ അഗൈൻ ഇൻഫെർട്ടിലിറ്റി ആണ് ഒരു 40% പേഷ്യൻറ്റും ഇൻഫെർട്ടിലിറ്റിയും കൂടെ കൊണ്ടാണ് ഈ എൻഡോമെട്രിയോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ ഓവറിയൻ ടിഷ്യൂ ഒക്കെ പ്രിസർവ് ചെയ്യുന്നത്, ഹെൽത്തി ഓവറിയൻ ടിഷ്യൂ പ്രിസർവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ ലീസ് ഡാമേജിൽ വേണം അങ്ങനെയുള്ള കേസിൽ ചെയ്യാൻ. ഇപ്പം കുട്ടികളൊക്കെ ആയവരാണെങ്കിൽ നമ്മൾ ഇച്ചിലൂടെ അഗ്രസീവായിട്ട് ചെയ്യും. സോ ദാറ്റ് റിക്കറൻസ്, അവിടെ കുട്ടികളായ സ്ഥിതിക്ക് ആ ഒരു ഇത് നമ്മുടെ മുമ്പിന് മാറിയിരിക്കുമ്പോൾ കൂടുതൽ അഗ്രസീവായിട്ട് ചെയ്യുമ്പോൾ റിക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, വീണ്ടും വരുന്നതിൻ്റെ റേറ്റ് പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യും. പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മെറീന എന്ന് പറഞ്ഞൊരു കോപ്പർട്ടി പോലുള്ള ഒരു ഡിവൈസാണ്. പക്ഷേ അതിൽ നിന്ന് ലോ ഡോസിൽ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെന്നും ഇങ്ങനെ മറക്കാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അത് ചിലപ്പം നമുക്ക് എപ്പോഴും ജോലി ചെയ്യുന്നവർക്കൊക്കെ അത് പാടായിരിക്കും, എപ്പോഴും സമയം നോക്കി കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മെറീന ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ലോ ഡോസിൽ മെഡിസിൻ വരും. ആൻഡ് അത് ഈ എന്താണ് പ്രോഗ്രഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ഒരു ക്വിക്ക് ഓവർവ്യൂ. ഞാനങ്ങനെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ തേർഡ് സെഷൻ that will be on physiotherapy to deal with pain management. അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു Q&A സെഷൻ. സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സോ അതിങ്ങനെ ഒരു ഡെവലപ്പിംഗ് ഫീൽഡാണ്. സോ ചില മാർക്കേഴ്സ് ഉണ്ട്. ഇത് എന്താ പറയുന്നത് CA125 എന്നൊക്കെ പറഞ്ഞ സിസ്റ്റം അങ്ങനെയൊക്കെ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് റേസ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഒരു അത്ര സ്പെസിഫിക് ഒരു ടെസ്റ്റ് അല്ല. സോ ഇപ്പം പല കണ്ടീഷൻ, ചിലപ്പം മെൻസ്ട്രൽ ടൈമിലാണെങ്കിൽ അത് കൂടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് എന്തെങ്കിലും പെൽവിസിലുണ്ടെങ്കിലും അത് കൂട്ടാം. സോ അതൊരു നോൺ സ്പെസിഫിക് ആണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അൾട്രാസൗണ്ട്, ഇത് രണ്ടുമാണ്. പിന്നെ സിംറ്റം, ഇത് മൂന്നും വെച്ചിട്ടാണ് നമ്മൾ നാരോ ഡൗൺ ചെയ്യുന്നത്. പിന്നെ അത് സപ്പോർട്ട് ചെയ്യാനേ ഉള്ളൂ ഇങ്ങനെയുള്ള ലാബ് ടെസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിൽ തന്നെ സിസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആണോ അതോ ക്യാൻസറസ് ആയിരിക്കുമോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ CA125 പിന്നെ അങ്ങനത്തെ പുതിയ കുറേ ടെസ്റ്റും ഉണ്ട്. സോ അതെല്ലാം വെച്ചിട്ട് ക്യാൻസറിൻ്റെ റിസ്ക് എലിമിനേറ്റ് ചെയ്യാനാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ യൂഷ്വലി ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു നോൺ സ്പെസിഫിക്. പിന്നെ അതിനുള്ള ഇപ്പോൾ ഒത്തിരി ജനറ്റിക് ഇതും അങ്ങനെ DNA ലെവലിലുള്ള ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ വരാം. വേറെ ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലെങ്കിൽ we will go on to the third session. അത് കഴിഞ്ഞിട്ട് we'll give you one more chance for question.
So even online attend ചെയ്യുന്നവർക്കും if you have any questions chat box ൽ ഇടാം. Hello everyone, good morning. എൻ്റെ പേര് റീനു, ഞാൻ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെൽവിക് ഫിസിയോതെറാപ്പി ഫോർ പെൽവിക് പെയിൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ബിഫോർ ഐ സ്റ്റാർട്ട് ദ ടോപ്പിക് ലെറ്റ് മീ ജസ്റ്റ് ഡിസ്കസ് വിത്ത് യു എന്തുകൊണ്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. യൂഷ്വലി നമ്മളെല്ലാവരും ഏറ്റവും അവസാനം കീപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഐഡിയലി നമ്മൾ ഇന്നലെ ചെയ്യേണ്ടതായിരിക്കാം, വി ജസ്റ്റ് പുഷ് ഇറ്റ് ഫോർവേഡ് ഫോർ ടുഡേ ഓർ നാളത്തേക്ക് പുഷ് ചെയ്യും, അല്ലെങ്കിൽ വി ഓൾവേസ് സേ അടുത്ത മാസം 1-ാം തീയതി ചെയ്യാം. സോ ദാറ്റ്സ് ഹൗ വി ഓൾവേസ് പുഷ് ദി എക്സസൈസ് പാർട്ട് അല്ലേ. പക്ഷേ ഐഡിയലി നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എക്സസൈസിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്, ഒത്തിരി ബെനിഫിഷ്യലാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനെ പറ്റിയാണ്. അപ്പം ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലും നമുക്ക് അത്യാവശ്യം എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ ഒന്നും തടസ്സപ്പെടുത്താത്ത രീതിക്ക് നമുക്ക് മുമ്പിലേക്ക് പോകാനായിട്ട് പറ്റും. സോ നൗ കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് നമുക്ക് വി മൂവ് ഓൺ ടു ദ ഫസ്റ്റ് വേ കേട്ടോ. അപ്പം ഇതിൽ ഇമ്പോർട്ടൻസ് ഓഫ് പെൽവിക് ഫ്ലോർ എക്സസൈസ്, എസ്പെഷ്യലി എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലെ ഇമ്പോർട്ടൻസ് ഓഫ് പെൽവിക് ഫ്ലോർ എക്സസൈസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തത് നമുക്ക് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വരുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് വേദന എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ അടുത്ത സ്ലൈഡ്സിൽ പറഞ്ഞുതരാം കേട്ടോ എന്തൊക്കെ എക്സസൈസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഈ പെയിൻ നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. സെക്കൻഡ് തിങ്, നമുക്ക് എൻഡോമെട്രിയോസിസ് വരുന്ന സമയത്ത് പൊതുവേ നമ്മൾ കണ്ടുവരുന്നതാണ് മസിൽസ്, അവിടെ മസിൽസിലുണ്ടാകുന്ന ടെൻഷൻ അല്ലെങ്കിൽ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വി ഹാവ് ടു റിലാക്സ് ദാറ്റ് പെർട്ടിക്കുലർ മസിൽസ് അല്ലേ. നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ നമ്മൾ റിലാക്സ് ചെയ്യണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചില സമയത്ത് അവിടുത്തെ മസിൽസിൻ്റെ വീക്ക്നെസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ദിസ് ഈസ് അബൌട്ട് ലൈക്ക് നമ്മൾ എന്തൊക്കെയാണ്, ഇതാണ് മെയിൻ കാര്യം. പെൽവിക് ഫ്ലോർ എക്സസൈസിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇസ് യു റിലാക്സ് എന്ന് പറയുമ്പോൾ സ്ട്രെച്ചസ് കൊടുത്തിട്ട് നമ്മൾ റിലാക്സ് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് നമ്മൾ സ്ട്രെങ്തനിങ് ചെയ്യും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് വി ഇൻക്രീസ് ദ ഫ്ലെക്സിബിലിറ്റി. ആ മസിൽസിൻ്റെ ഫ്ലെക്സിബിലിറ്റിയെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ എക്സസൈസസ് നമുക്ക് ഈ കണ്ടീഷന് ചെയ്യാനായിട്ട് പറ്റും? അതിൽ ആദ്യം നമ്മൾ ഇഫ് വി റിയലി ലുക്ക്, നമ്മൾ ഒരു ദിവസം മൊത്തം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ടെൻഷനായിട്ട് ഓടി വന്ന് നമ്മൾക്ക് സംസാരിക്കുമ്പോൾ വി ഓൾവേസ് സേ, നമ്മുടെ കുഞ്ഞുങ്ങളടുത്ത് പറയുന്നത് ഒന്ന് റിലാക്സ് ചെയ്ത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യും. ഓക്കെ, ഡീപ്പ് ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്യും, ദെൻ പുട്ട് ഇറ്റ് ഔട്ട്. നമ്മളെല്ലാവരും പൊതുവെ നമ്മുടെ വീടുകളിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇൻ ദ സെയിം വേ നമ്മളൊരു എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബ്രീതിങ് എക്സസൈസ്, ഒന്ന് നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസ്. ഈ ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസിൽ ബേസിക്കലി അത് നമ്മുടെ മസിൽ സ്ട്രെങ്തിനെ കൂട്ടുന്നുണ്ട്, നമ്മുടെ സ്ട്രെസ്സിനെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ബെനിഫിറ്റ്സ് ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസിനുണ്ട്. ഇനി എങ്ങനെ ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസ് നമുക്ക് ചെയ്യാം? സോ ഈ ഇമേജ് കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇമേജിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന രണ്ട് മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരെണ്ണം യു ഇൻഹേൽ, നമ്മൾ ശ്വാസം എടുക്കുന്നത് വി ടേക്ക് ഇറ്റ് ത്രൂ അവർ നോസ്, ഓക്കെ, ആൻഡ് യു എക്സേൽ ത്രൂ അവർ മൗത്ത്. മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നു, ആൻഡ് ദെൻ യു എക്സേൽ ത്രൂ അവർ മൗത്ത്. എന്നിട്ട് ഫസ്റ്റ് ഇമേജിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആസ് യു ബ്രീത്ത് ഇൻ നമ്മുടെ വയറ് പൊങ്ങി വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, വയറിൻ്റെ പോർഷൻ പൊങ്ങി വരും. സോ ദാറ്റ്സ് ഹൗ യു ഡു ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസ്. ആൻഡ് ആസ് യു ബ്രീത്ത് ഔട്ട്, വയറിൻ്റെ പോർഷൻ തിരിച്ച് ഇറ്റ് വിൽ ഗോ ഫ്ലാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ദ മെയിൻ വേ ഓഫ് ഡൂയിങ് ഡയഫ്രമാറ്റിക് ബ്രീതിങ് എക്സസൈസ്. യു ക്യാൻ ഐദർ ഫോളോ ദിസ് പൊസിഷൻ, ഈ ഒരു രീതിയിൽ ഇങ്ങനെ കടന്നുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സിറ്റിംഗ് പൊസിഷനിൽ നിന്നും ചെയ്യാം. Just that, keep your hands on your tummy. നമ്മുടെ വയറിൽ കൈ വയ്ക്കുക, എന്നിട്ട് you feel your abdomen rise. Okay?
ടു ദ സെക്കൻഡ് എക്സസൈസ്. അപ്പം നമ്മൾ ആദ്യം ബ്രീത്തിങ് എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊക്കെ സ്ട്രെച്ചസ് ആയിരിക്കും. സോ ആദ്യത്തെ സ്ട്രെച്ച് നമ്മൾ പറയുന്നത് ചൈൽഡ് പോസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി നമ്മുടെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ക്രാമ്പിങ്, നമുക്ക് ഈ കണ്ടീഷൻ സമയത്ത് നമുക്ക് വരുന്ന ഒരു മസിൽ ക്രാംസ് ഉണ്ടല്ലോ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ പെർട്ടിക്കുലർ സ്ട്രെച്ച് സഹായിക്കുന്നതായിരിക്കും. Now let's see how we can do this stretch. അപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന രീതിക്ക് ഒരു ഫ്ലോറിൽ ഒരു മാറ്റ് ഇട്ടിട്ട് you can ഇതേ പൊസിഷനിൽ നിൽക്കാനായിട്ട് സ്റ്റെപ്പ് 1 എന്നുള്ള പൊസിഷനിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. സ്ലോലി ഒരു പൊസിഷൻ, സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന പൊസിഷൻ you can hold it for 5 seconds and then slowly move to the step 2 position. ബാക്കിലോട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. എന്നിട്ട് ഗ്രാജുവലി ഇനിഷ്യലി ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ ഒരു ഫസ്റ്റ് പൊസിഷൻ നിങ്ങൾക്കൊരു 6-7 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് പതുക്കെ സ്റ്റെപ്പ് 2 വന്നാൽ മതി. പക്ഷേ ആസ് നമ്മളിങ്ങനെ അത്യാവശ്യം ഈ എക്സസൈസുമായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയി കഴിയുമ്പോൾ ഇതൊരു അല്പം കൂടെ ഫാസ്റ്ററായിട്ട് ചെയ്യാം. സോ ലെറ്റ്സ് സേ ഫസ്റ്റ് പൊസിഷൻ 1 2 3, സെക്കൻഡ് പൊസിഷൻ 1 2 3, ഫസ്റ്റ് പൊസിഷൻ 1 2 3, ആ ഒരു പേസിൽ ചെയ്ത് പോകാവുന്നതാണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്ട്രെച്ച്. അടുത്തത് ഗാർലൻഡ് പോസ് എന്ന് പറയും. സോ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തിങ്, നമ്മുടെ മസിൽസിനെ ഇത് സ്ട്രെച്ച് ചെയ്യും, അറ്റ് ദ സെയിം ടൈം നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും. സോ ദിസ് ഇസ് ഹൗ യു ഡു ദ ഗാർലൻഡ് പോസ്. ഈ രീതിക്ക് നമ്മൾ ഫ്ലോറിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ ഇത് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യുവർ നെക്ക് ഷുഡ് ബി സ്ട്രെയിറ്റ്, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം, വളഞ്ഞിരിക്കാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അറ്റ് ദ സെയിം ടൈം ഇഫ് യു നോട്ടീസ് ഈ ഇമേജിൽ കൈ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ എൽബോ നമ്മുടെ ഇന്നർ തൈനെ പുഷ് ചെയ്യുന്ന രീതിക്കായിരിക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ യു ഷുഡ് സ്ട്രെച്ച് യുവർ മസിൽസ്. സോ ഈ രീതിക്ക് ഇരുന്നിട്ട് നമ്മുടെ ഇന്നർ തൈനെ എൽബോ വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ്. വീണ്ടും 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, റിലാക്സ്. ആൻഡ് ഡു ദാറ്റ് ഫോർ 10 ടൈംസ്. ബട്ടർഫ്ലൈ സ്ട്രെച്ച്. സോ ബട്ടർഫ്ലൈ സ്ട്രെച്ച് പൊതുവെ നിങ്ങൾ എല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേൾക്കുന്ന ഒരു ടേം ആയിരിക്കും ബട്ടർഫ്ലൈ സ്ട്രെച്ച് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനും പല രീതികളുണ്ട്. സോ ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ രീതിയാണ്. സോ യു ക്യാൻ ഫോളോ ദിസ്. സോ ഇത് ബേസിക്കലി ഇംപ്രൂവ്സ് യുവർ ഫ്ലെക്സിബിലിറ്റി. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മസിൽസിലുള്ള ടെൻഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യിപ്പിക്കും. സോ ഹൗ ക്യാൻ വി ഡു ഇറ്റ്? സോ ദിസ് ഇസ് ഹൗ വി ക്യാൻ പെർഫോം എ ബട്ടർഫ്ലൈ സ്ട്രെച്ച്. ഇതേപോലെ മാറ്റിൽ കടന്നിട്ട് നമ്മുടെ കാൽപാദം നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ യു ഹോൾഡിംഗ് ഇറ്റ് ടുഗെദർ, ക്ലോസ് ആയിട്ട് പിടിക്കുക കാൽപാദം. എന്നിട്ട് യു സ്ട്രെച്ച്, നമ്മുടെ തൈസിനെ 2 സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. യു ഹോൾഡിംഗ് യുവർ ഹാൻഡ്സ് അപ്പ്, ഹെഡിന് മുകളിലായിട്ട് ഹാൻഡ്സിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഇന്നർ തൈസ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഹോൾഡ് ദ സ്ട്രെച്ച് ഫോർ 10 സെക്കൻഡ്സ് ആൻഡ് റിലാക്സ് ആൻഡ് റിപ്പീറ്റ് ദിസ് 10 ടൈംസ്. സോ ദിസ് ഇസ് another stretch that you can follow. അടുത്തത് യു മൈറ്റ് ബി വെരി ഫെമിലിയർ. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാവരും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പോസാണിത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പറയുന്ന ഹാപ്പി ബേബി സ്ട്രെച്ച് എന്ന് പറയുന്നത്. സോ ഈ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഹിപ്പിനെ ഫ്ലെക്സ് ചെയ്ത് കാല് ഇതേ പൊസിഷനിൽ കീപ്പ് ചെയ്യുക. ആൻഡ് നമ്മുടെ ടോസിനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് യു വിൽ ബി ഏബിൾ ടു ഫീൽ എ സ്ട്രെച്ച് വെൻ യു ലൈ ഡൗൺ ലൈക്ക് ദിസ്. ഈ സ്ട്രെച്ചിനെ നിങ്ങൾ വീണ്ടും 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക ആൻഡ് relax and do this for 10 times. Okay, so അടുത്തത് pelvic tilts എന്നാണ് പറയുന്നത്. ഓക്കെ, pelvic tilts എന്ന് പറയുന്നത് നമുക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു. സോ ഈ രീതിക്കാണ് നമ്മൾ കിടന്നിട്ട് നമ്മൾ സ്ലോലി നമ്മൾ ആ ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വയറിൻ്റെ ഭാഗം താഴേക്ക് പുഷ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ദെൻ സ്ലോലി യു റിലാക്സ് ഇറ്റ് അപ്പ്. വീണ്ടും
സ്പൈനിന്റെ ഡിറക്ഷനിൽ നമ്മുടെ വയറിനെ പുഷ് ചെയ്ത് യു ഹോൾഡിംഗ് ഇറ്റ് ഫോർ 10 seconds ആൻഡ് റിലാക്സിങ് ഇറ്റ്. ഇതിന് പെൽവിക് ടിൽറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സ്ട്രെങ്തനിങ് എക്സസൈസ്. നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് പെൽവിക് ടിൽറ്റ്സ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. വീഡിയോ പ്ലേ ചെയ്യേണ്ടല്ലോ ഒന്നുകൂടെ. ജസ്റ്റ് വയറിന്റെ പോർഷനെ സ്പൈനിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് പിടിക്കുന്നു ആൻഡ് യു ഹോൾഡിംഗ് ഇറ്റ് ഫോർ 10 seconds ആൻഡ് റിലാക്സിങ് ഇറ്റ്. അപ്പം ബേസിക്കലി നമ്മുടെ പെൽവിസ് അല്ലെങ്കിൽ ഹിപ്പിന്റെ അവിടെ നമുക്കൊരു റോക്കിംഗ് മോഷൻ ഫീൽ ചെയ്യും. ബാക്ക് ആൻഡ് ഫോർത്ത് റോക്കിംഗ് പോർഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഈ രീതിക്ക് യു പുഷിംഗ് ഇറ്റ് ഡൗൺ and then relaxing it. Okay, so this is the first strengthening exercise. അടുത്തത് ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഇതിനെ പറയുന്നത് ബ്രിഡ്ജിങ് എന്നാണ്. നമ്മുടെ ഇമേജ് 1 കാണുന്ന പോലെ തന്നെ നമ്മുടെ മാറ്റിൽ കാലിങ്ങനെ പൊക്കി വെച്ച് റിലാക്സ്ഡ് ആയിട്ട് കിടക്കാം. സ്ലോലി യു ലിഫ്റ്റ് യുവർ ഹിപ്സ് അപ്പ്. ആ ഹിപ്പിന്റെ ഭാഗം പതുക്കെ മേളിലേക്ക് പൊക്കി ഒരു സ്ട്രെയിറ്റ് ലൈനിലുള്ള രീതിക്ക് പൊക്കി ഇങ്ങനെ പിടിക്കുക. ബട്ട് here you need to hold this position for 10 seconds. ഈ പൊസിഷനെ 10 seconds ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും എല്ലാ എക്സസൈസും 10 times ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് സ്ക്വാട്ടിംഗ്. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം അറിയാവുന്ന ഒരു എക്സസൈസ് ആണ് സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഇതും നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് ആണ്. സോ ബേസിക്കലി ഇമേജ് 2 കാണുന്നത് പോലെ stand erect and slowly squat. If you think that it is difficult for you to squat, always take a wall support. Wall support എടുത്തിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയർ ആയിട്ട് സ്ക്വാട്ട് ചെയ്യാനായിട്ട്. ആൻഡ് ആസ് you progressing in this exercise, slowly അല്ലാതെ നിന്ന് സ്ക്വാട്ടിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ഹീൽ ടാപ്സ് ആണ്. ഹീൽ ടാപ്സ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ കാല് ഇതേ പൊസിഷനിൽ ഹോൾഡ് ചെയ്യുക ആൻഡ് സ്ലോലി ആ ഹീൽസിന്റെ ഭാഗം മാത്രം താഴെ മുട്ടിക്കുന്നു ആൻഡ് അതർ ലെഗ് ഇസ് സ്റ്റിൽ യു ഹോൾഡിംഗ് ഇറ്റ് ഫ്ലെക്സ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണ്. സോ ദിസ് ഇസ് ഹൗ യു ഡു ഹീൽ ടാപ്സ്. ദിസ് ഇസ് ഓൾസോ എ സ്ട്രെങ്തനിങ് എക്സസൈസ് ആൻഡ് സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാക്കിംഗ് ഓർ ജോഗിങ് ഫോർ 30 minutes ഡെയിലി. ഒന്നെങ്കിൽ നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു 30 minutes വാക്കിന് പോവുക അല്ലെങ്കിൽ ഒരു ജോഗിങ്ങിന് പോവുക എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ കണ്ടീഷനെ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? താങ്ക് യു. എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ്, അതാണ് ഇപ്പം കോമൺലി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ. അതിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ പറ്റിയാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. സെർട്ടൻലി ആസ് ഓഫ് നൗ ഡയമോജസ്റ്റ് ആണ് വേൾഡ് വൈഡ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കേഷൻ. അത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു മെഡിക്കേഷൻ്റെ ഒരു വേരിയൻ്റ് ആണ്. സോ കമ്പാരിറ്റീവ്ലി ആസ് ഓഫ് നൗ അതാണ് ഒത്തിരി റിസർച്ചും എൻഡോമെട്രിയോസിസ് പബ്ലിക്കേഷൻസ് ഉള്ള ഒരു മോളിക്യൂള്. അതിൻ്റെ സേഫ്റ്റി ഇപ്പം ലേറ്റസ്റ്റിൽ അപ് ടു 5 years വരെയൊക്കെ സേഫ്റ്റി പറയുന്നെങ്കിലും നമ്മൾ ഇച്ചിരൂടെ കോഷ്യസ് ആയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. വെരി സിവിയർ കേസസിൽ നമ്മൾ 1 year വരെ യൂസ് ചെയ്യും. എന്നിട്ട് പിന്നെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് സോ ദാറ്റ് ഹോർമോൺ ഫ്രീ ഒരു ഇൻ്റർവെൽ കിട്ടും. ബോഡി ഒന്ന് ഹോർമോണിൻ്റെ സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യും. സോ അഗൈൻ അത് സ്പെസിഫിക് ടു പേഷ്യൻ്റ് ആണ്. അവരുടെ സിംറ്റം എത്രത്തോളം ഉണ്ട്, സ്കാനിൽ എത്രത്തോളം അത് അതിൻ്റെ കണ്ടീഷനുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. 3 months വേണോ 6 months വേണോ, എത്ര ബ്രേക്ക് വേണം, സിംറ്റംസ് എപ്പോഴും നിർത്തി കഴിയുമ്പോൾ സിംറ്റംസ് വരുന്നതനുസരിച്ച് നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യും. സോ അങ്ങനെ പല റീസൺസ് കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിൻ്റെ അത് എന്താ പറയുക അതിൻ്റെ ഒരു പ്രോട്ടോകോൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതാണ് ഒരു ക്വസ്റ്റ്യൻ. സെക്കൻഡ് തിങ് ഇസ് ഇൻഫെർട്ടിലിറ്റി 34 years IVF ഫെയിൽ ചെയ്തു, എന്താണ് റീസൺ? സോ ജനറലി ഒരു നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് IVF-ലോട്ട് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതാ ചികിത്സയ്ക്ക് ഉള്ള പേഷ്യൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡ് കാണുന്നത് ഡയറക്റ്റ് ആയിട്ട് IVF-ലോട്ട് പുഷ് ചെയ്ത് വിടുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. സോ എൻഡോമെട്രിയോസ് ഡെഫിനറ്റ്ലി എന്താ പറയുന്നത് IVF-ന്റെ സക്സസിനെ ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുന്നത് പോലെ തന്നെ IVF-ന്റെ സക്സസിനെയും അത് എഫക്ട് ചെയ്യാം. സോ
ഡെഫിനറ്റ്ലി അത് ജസ്റ്റ് IVF ചെയ്തുകൊണ്ട് അതിൻ്റെ സക്സസ് കിട്ടണമെന്നില്ല. എൻഡോമെട്രിയോസിസ് മാനേജ് ചെയ്തുകൊണ്ട് വേണം IVF പോലുള്ള ഒരു ട്രീറ്റ്മെന്റിലോട്ട് പോകാൻ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാഡം സോ ലാർജ് സ്റ്റഡീസ് പറയുന്നുണ്ട് എഗ് ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്നില്ല എന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. പക്ഷെ ജനറലി അതിനൊത്തിരി കോൺട്രവേഴ്സീസ് ഉണ്ട്. എൻഡോമെട്രിയോസിസ് പെർസെ എഗിന്റെ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യാം, പിന്നെ ഇംപ്ലാന്റേഷനെ എഫക്ട് ചെയ്യാം. സോ അങ്ങനെ ഡെഫിനറ്റ്ലി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. സോ ഈതർ മെഡിസിൻ കൊണ്ടോ അല്ലെങ്കിൽ സർജറി കൊണ്ടോ എൻഡോമെട്രിയോസിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം IVFലോട്ട് പോകാമെന്നാണ് നമ്മുടെ ഒരു ഇൻപുട്ട്. ഇവിടെയുള്ളവർ മാജിദ മാഡം, പിന്നെ ഡോക്ടർ ശാലിമ, നമ്മുടെ DNB റെസിഡൻസ് ഉണ്ട്, നല്ലവരുണ്ട്. സ്കാൻ ചെയ്യുന്നു. അപ്പം സ്കാനിങ് എല്ലാം നോർമൽ. അപ്പം നമ്മൾ ലാപ്രോസ്കോപ്പി എൻഡോമെട്രിയോസിസ് ഒക്കെ റൂൾ ഔട്ട് ചെയ്യുന്ന പേഷ്യൻസ് നമ്മളിതല്ല ചെയ്യുമ്പോൾ എൻഡോമെട്രിയോസിസ് ആയിരുന്നു സാർ. സോ നമ്മള് മാഡം സിംറ്റംസിന്റെ കാര്യം പറഞ്ഞു. ഒരു വലിയ നമ്പർ ഓഫ് പേഷ്യൻസിന് സിംറ്റം കാണത്തില്ല. അവർ പക്ഷേ ഇൻഫെർട്ടിലിറ്റി ആവുമ്പോഴായിരിക്കും അവർ വരുന്നത്. സോ അവര് വലിയ സിംറ്റം ഇല്ല, ചെറിയ പെയിനേ ഉള്ളൂ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് കുഞ്ഞുങ്ങളാകുന്നില്ല. സോ അങ്ങനെയുള്ള കേസസിൽ ഈ പറഞ്ഞ കണക്ക് ഇച്ചിരൂടെ ഡയഗ്നോസിസ് ഇച്ചിരൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോഴും ഇപ്പോഴത്തെ സ്കാൻ ടെക്നിക്സിൽ ചില ടെക്നിക്സ് ഉണ്ട്, അത് ഒട്ടിപ്പിടുത്തമുണ്ടോ അങ്ങനെയൊക്കെ അറിയാനായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. പ്ലസ് എക്സാമിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈനക്കോളജി എക്സാമിനേഷനിൽ അറിയാൻ പറ്റും ഇച്ചിരൂടെ അത് യൂട്രസ് ഒക്കെ മൊബൈലാണോ അതോ ഒട്ടിപ്പിടുത്തതിൻ്റെ ചാൻസ് ഉണ്ടോ. പിന്നെ ഇതെല്ലാം നമ്മളപ്പം എന്താ പറയുക, ഇപ്പം മാഡം പറഞ്ഞ സിനാരിയോ ഇച്ചിരി ഡിഫിക്കൽട്ട് സിനാരിയോ ആണ്. പക്ഷെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ലാപ്രോസ്കോപ്പിലോട്ട് കൗൺസിൽ ചെയ്ത് വിടേണ്ടി വരും. കാര്യം നമ്മൾ ഇപ്പം നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണൊക്കെ IVF ചെയ്തു ആകുന്നില്ല, പക്ഷെ സിംറ്റം ഒന്നും ഇല്ല, സ്കാനിലും ഒന്നും എവിഡൻ്റ് ആയിട്ടില്ലെങ്കിലും അപ്പോഴും ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിക്ക് ഒരു ചെറിയ റോളുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സും റിസ്ക്കും പറഞ്ഞ് മനസ്സിലാക്കി അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഇപ്പം മാഡം പറഞ്ഞിട്ട് ഒത്തിരി കേസുകൾ അങ്ങനെ കാണാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി ആണ്, വേറൊന്നും കാണുന്നില്ല. നമ്മൾ വെറുതെ ഒരു ലാപ്രോസ്കോപ്പ് ഇട്ട് നോക്കുമ്പോൾ അത് മൊത്തം പ്ലാസ്റ്റേഡ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷൻസ് കാണാറുണ്ട്. സോ അത് കഴിയുമ്പോൾ ആ ഒട്ടിപ്പിടുത്തമെല്ലാം മാറ്റി അതിൻ്റെ മെഡിക്കൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്യൂബ് ഹെൽത്തി ആണെങ്കിൽ നമ്മൾ തന്നെ ട്രൈ ചെയ്യാൻ പറയും. ട്യൂബ് ഹെൽത്തി അല്ലെങ്കിൽ IVFലോട്ട് പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. AMH എന്ന് പറയുന്നത് അഗൈൻ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇതാണ്. AMH എന്ന് പറഞ്ഞാൽ ആന്റി മുള്ളറിൻ ഹോർമോൺ എന്ന് പറയും. അതിന്റെ അതൊരു ബ്ലഡ് ടെസ്റ്റ് ആണ്. അതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എത്ര എഗ് ഓവറിയിലുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രഡിക്ടറാണ്. പക്ഷെ അതൊരു 100% അഗൈൻ ആക്യുറേറ്റ് അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചില കേസിൽ ഒന്നുള്ള നോർമലി ഒരു ബിറ്റ്വീൻ ഒരു 2.5 to 4 ആ റേഞ്ചാണ് വരുന്നത്. ചിലപ്പം പക്ഷെ ഒന്നുള്ള യങ് പേഷ്യൻ്റ് വരാറുണ്ട്. അവർക്ക് നോക്കുമ്പോൾ ഒന്നും അങ്ങനെ ചില കേസിൽ അതൊരു കോൺട്രവേഴ്ഷ്യൽ ഇതാണ്. സോ AMH നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. അതൊരു ജനറൽ പ്രഡിക്ടറാണ്. പക്ഷെ നമ്മൾ ജസ്റ്റ് AMH വെച്ച് മാത്രം ഫുൾ ട്രീറ്റ്മെന്റ് ചെയ്തറിയാൻ പാടില്ല. അതിൻ്റെ കൂടെ ഏജ്, AFC എന്ന് പറയും, ആൻട്രൽ ഫോളിക്കുലർ കൗണ്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർ തേർഡ് ഡേ നമ്മുടെ പീരിയഡിൽ എത്ര എഗ് വളരുന്നുണ്ട് അതും AMH കൂടെ കോറിലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ എൻഡോമെട്രിയോസിന് ഇൻഫ്ലമേറ്ററി ചേഞ്ചസും കൂടി അത് അകത്തുണ്ടാക്കുന്നുണ്ട്. അതാണ് നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യാൻ പ്രയാസം. നമ്മൾ ഈ ഹോർമോൺ കൊടുത്ത് അത് സപ്രസ് ചെയ്ത് വെച്ചാലും പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഇന്റർലൂക്കിൻസ് എന്നൊക്കെ കുറച്ച് ഇൻഫ്ലമേറ്ററി കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് പെരിട്ടോണിയത്തിൽ ആക്ട് ചെയ്യുമ്പോൾ ഈ ഓവത്തിൻ്റെ മൂവ്മെൻറ്റ്, ട്യൂബിൻ്റെ മൂവ്മെൻറ്റ്, എൻഡോമെട്രിയത്തിൻ്റെ തന്നെ പ്രവർത്തനത്തിന് അത് ബാധിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ IVF ചെയ്യുമ്പോൾ ചിലവരിൽ അത് സക്സസ്ഫുൾ ആകാത്തത്. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു കൺട്രോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. ചിലവരിലെങ്കിലും ഇത് കൂടുതലായിട്ട് കാണുകയും അതിന് പ്രശ്നങ്ങൾ വരികയും ചെയ്യും. അപ്പോഴാണ് IVF സാധാരണഗതിയിൽ ഫെയിൽ ചെയ്യുന്നത്. Irregular periods in a teenage patient associated with heavy back pain, heavy bleeding, nausea, vomiting, body pain, dizziness എന്ന് പറഞ്ഞ തലചുറ്റല് പെയിൻ വരുമ്പോൾ ഛർദ്ദിക്കാൻ ഉള്ള അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും ഇൻറ്റൻസ് പെയിൻ ആണെന്നുള്ളതാണ്. സോ അത് ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഒത്തിരി ടീനേജ് പേഷ്യൻസിലും ഇത് കാണുന്നുണ്ട്. സോ ഇപ്പോൾ ഇത്രയും സിവിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി
നമുക്കൊരു ഇവാലുവേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞ കണക്ക് എപ്പോഴും അത് സ്കാനിൻ്റെ സിസ്റ്റോ ഒന്നും കാണണമെന്നില്ല. ആൻഡ് ടീനേജ് പേഷ്യൻ്റ് ആകുമ്പോൾ നമ്മൾ അബ്ഡോമിനൽ സ്കാൻ മാത്രമേ യൂഷ്വലി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ആക്യുറസി ട്രാൻസ്വജൈനൽ പോലെ അത്രയും കിട്ടില്ല. എന്നാലും സ്കാൻ ചെയ്യണം, ഇവാലുവേഷൻ ചെയ്യണം, പിന്നെ ഈ സിംറ്റം കൺട്രോളിനുള്ള മെഡിക്കേഷൻ കൊടുക്കണം. സോ യൂഷ്വലി ഫസ്റ്റ് ലൈൻ പെയിൻ കില്ലേഴ്സ് ആയിരിക്കും. അതിലും നിൽക്കുന്നില്ലെങ്കിൽ ഈ ഹോർമോണൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. പറഞ്ഞാൽ ഓവറോൾ എന്താ പറയുക, ബോഡി ഫിറ്റ്നസ് എന്നല്ല, ഒരു എജൈൽ ബോഡി ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ. ആൻഡ് ഇപ്പം നമ്മുടെ തന്നെ അല്ലാതെ ഇപ്പം എൻഡോമെട്രിയോസ് സ്പെസിഫിക് അല്ല, നമ്മളിവിടെ ഡെലിവറി ചെയ്യാൻ വരുന്ന പേഷ്യൻസിൻ്റെ കണക്കെടുക്കുമ്പോഴും ഒബീസിറ്റി ആൻഡ് ഹൈപ്പോതൈറോയിഡിസം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ എപ്പോഴും ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അതൊരു മേജർ കൺസേൺ. അപ്പോൾ അത് നമ്മൾ വി നീഡ് ടു നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യണം. സോ ദാറ്റ് റിമൈനിങ് പ്രഗ്നൻസിയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ഹെൽത്തി വെയിറ്റിൽ എത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ നാച്ചുറലി അഗെയിൻ ഒരു 8 to 12 kilos എങ്കിലും പിന്നെയും ഗെയിൻ വെക്കും. അപ്പം പ്രഗ്നൻസി പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രം എൻഡോമെട്രിയോസിസ് കോണ്ടെക്സ്റ്റ് പൊതുവേ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എൻഡോമെട്രിയോസിസിലും നമ്മളെന്താ പറയുക, നോർമൽ വെയിറ്റ് അല്ലെങ്കിൽ എന്ത് പറ്റുന്നതാണ് ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ്സ്. എല്ലാ ട്രീറ്റ്മെൻറ്റും ടൈലർ ചെയ്തേക്കുന്നത് ഒരു നോർമൽ വെയിറ്റ് സോണിലുള്ള പേഴ്സണിന് വേണ്ടി. ഇപ്പോൾ ഒരു ടാബ്ലറ്റ് 2 milligram എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, ഒരു 50 to 70 വെയിറ്റ് ഉള്ള ഒരാൾക്ക് വേണ്ടിയാണ് അത് ഐഡിയലി ടൈലർ ചെയ്തേക്കുന്നത്. അപ്പം 70ക്ക് മുകളിലോ അല്ലെങ്കിൽ എന്താണ് BMI എന്ന് പറയും, BMI ഒരു 28 മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഡോസ് ഇഫക്റ്റീവ് അല്ലാതാകും. സോ പിന്നെ നമ്മൾ IVF പോലുള്ള ചികിത്സയിലോട്ട് പോകുമ്പോൾ ഒത്തിരി മെഡിക്കേഷൻ ആവശ്യമുണ്ട്. അതിൻ്റെ എല്ലാം ഡോസ് നോർമൽ എടുക്കുന്നതിനും കാട്ടി നമ്മൾ എടുക്കേണ്ടി വരും. സോ ഇതുകൊണ്ടെല്ലാം വെയിറ്റ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പെൽവിക് ഫ്ലോർ, പെൽവിക് മസിൽസ്, അതിൻ്റെയൊക്കെ ഫ്ലെക്സിബിലിറ്റി, ജോയിൻസ്, ഇതെല്ലാം ഈ ഓവറോൾ പെയിനിന് റിലീഫിനും ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു ആസ്പെക്റ്റാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കുന്നത്. താങ്ക് യു. അഡിനോമയോസിസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയോസിന്റെ ഒരു കത്തനായിട്ട് വരും. എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസ് എന്ന് പറഞ്ഞാൽ ഈ ഡെപ്പോസിറ്റ് ഓവറിയിൽ അല്ലെങ്കിൽ യൂട്രസിന്റെ വെളിയിൽ പ്രസന്റ്. അപ്പം യൂട്രസും കുടലും തമ്മിലോട്ട്, അല്ലെങ്കിൽ യൂട്രസും ബ്ലാഡറും തമ്മിലോട്ട്, ഓവറിയും തമ്മിലോട്ട്, ട്യൂബിലോട്ട്. അപ്പം അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ബോഡിയിൽ തന്നെ, എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ അകത്ത്, യൂട്രസിന്റെ ഒരു വൃത്തി പോലെ ഉണ്ടല്ലോ, അതിനകത്ത് എൻഡോമെട്രിയോസ് വരുന്നതിന്റെ തുല്യമാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ മറ്റേതൊക്കെ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പം നമുക്ക് അത് കാണാൻ പറ്റത്തില്ല, കാര്യം യൂട്രസിനകത്താണ്. അപ്പം അത് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ്. ബിക്കോസ് നമ്മൾ ഇപ്പം എസ്പെഷ്യലി പ്രഗ്നൻസി ആകാത്ത അല്ലെങ്കിൽ കുട്ടികൾ കംപ്ലീറ്റ് ചെയ്യാത്തവരിലാണെങ്കിൽ അത് വന്നു കഴിഞ്ഞുള്ള പ്രശ്നം നമുക്കത് ഒത്തിരി അത് കട്ട് ചെയ്തെടുക്കാൻ നോക്കിയാൽ യൂട്രസ് തന്നെ ഡാമേജ് ആകും. അപ്പം ചിലപ്പം പ്രഗ്നൻസി ആകുമ്പോൾ അത് യൂട്രസ് വലുതാകുമ്പോൾ അത് റപ്ചർ, അങ്ങനത്തെ ചലഞ്ചിങ് ഒരു സിറ്റുവേഷനാണ്. സോ യൂഷ്വലി അഡിനോമയോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും ഫെർട്ടിലിറ്റി വേണ്ട ആളാണ് അല്ലെങ്കിൽ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ മെഡിസിൻ വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ നോക്കും. പക്ഷെ ചില കേസുണ്ട് മെഡിസിനിൽ നിൽക്കാത്ത കേസുണ്ട്. ലൈക്ക് വലിയൊരു മുഴയായിട്ട് ഫൈബ്രോയിഡ് ഒക്കെ പോലെ തന്നെ 7-8 centimeter സൈസിലൊക്കെ വരുന്ന കേസസ് ഉണ്ട്. സോ അതൊക്കെ വളരെ ഒരു ഡിഫിക്കൽട്ട് ടു ട്രീറ്റ് സിനാരിയോസ് ആയിട്ട് മാറും. ഡീൽ ചെയ്യാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എല്ലാം വന്നതിന് താങ്ക് യു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു സെഷൻ്റെ മെയിൻ ഐഡിയ. കൺക്ലൂഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്തത് നമ്മൾ കുറച്ച് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ശരിക്കും ഇതൊരു സിമ്പോസിയം പോലെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് എല്ലാവരും ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ തീവ്രത കൂടിയിട്ട് നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ ചികിത്സയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് വേണ്ടി വരുന്നത്. അത് ഇൻഫെർട്ടിലിറ്റി ആണെങ്കിൽ നമുക്കൊരു റാഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മളിത് ഏർലി റെക്കഗ്നീഷനാണ് ഇതിൻ്റെ ഒരു കീ ടു സക്സസ്. അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവയർനെസ് എല്ലാവരിലും ഉണ്ടാവണം. ഇത് സൊസൈറ്റിയിൽ ഇതൊരു കുറച്ച് പേർക്കെങ്കിലും ഇത് എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു നമുക്കൊരു എല്ലാ ഫോറത്തിലും ഇതിനെപ്പറ്റി പറയുകയും സംസാരിക്കുകയും വേണം. അതാണ് പ്രധാനം. നമ്മൾ കുട്ടികളുടെ സെഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മളിതിനെപ്പറ്റി പറയുന്നു. സ്കൂൾ പ്രോഗ്രാംസിലൊക്കെ പോകുമ്പോൾ അഡോളസെന്റ് ക്ലിനിക്സിലൊക്കെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എന്ത് മരുന്നാണ് കഴിക്കേണ്ടത്, പീരീഡ്സിൻ്റെ പെയിന് എപ്പോഴാണ് ചികിത്സ തേടേണ്ടതൊക്കെ വളരെ വ്യക്തമായി നമ്മളെ
പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ അമ്മമാരെ സ്ത്രീകൾ ഇതാക്കും നിങ്ങളുടെ ഫോറംസിലും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കണം. ചികിത്സ നേരത്തെ തേടാൻ ശ്രമിക്കണം. താങ്ക് യു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.